CMന്റെ ഒരു റിലേറ്റീവിനെ കൊണ്ട് ഋതികയെ കല്യാണം കഴിപ്പിക്കാൻ ഇവർക്കൊരു പ്ലാനുണ്ട്. അതിനുവേണ്ടിയാ അവരിപ്പോ ഋതികയും കൂട്ടി പോയിരിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. രാജു എന്നോട് ക്ഷമിക്കണം. രാജു, അകത്തേക്ക് വാ രാജു. ഞാൻ വന്നത് ആരുടെ ഉപചാരം സ്വീകരിക്കാനൊന്നുമല്ല. എനിക്ക് ഋതികയും വർമ്മ സാറിനെ ഒന്ന് കാണണം. അവരൊന്ന് വിളിക്കാവോ? ഇവിടെ വല്യമ്മാവനും ഇല്ല, ഋതികയും ഇല്ല. അവര് രണ്ടുപേരും കൂടെ എവിടെയോ പോയിരിക്ക. രാജു അകത്തേക്ക് വാ. എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും കേൾക്കണ്ട. അകത്തേക്ക് വരുന്നതുമില്ല. അവര് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത് സത്യമല്ലേ? ഞാനെന്തിനാ രാജുവിനോട് നോണ പറയുന്നേ? അതാ പറഞ്ഞേ അകത്തേക്ക് വരാൻ. സംശയം ഉണ്ടെങ്കിൽ നോക്കാലോ. രാജു ഒന്ന് നിന്നേ. ഒരു സാഡ് ന്യൂസ് പറയാനുണ്ട്. CMന്റെ ഒരു റിലേറ്റീവിനെ കൊണ്ട് ഋതികയെ കല്യാണം കഴിപ്പിക്കാൻ ഇവർക്കൊരു പ്ലാനുണ്ട്. അതിനുവേണ്ടിയാ അവരിപ്പോ ഋതികയും കൂട്ടി പോയിരിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. രാജു എന്നോട് ക്ഷമിക്കണം. രാജു എന്തായാലും ഇപ്പൊ അകത്തേക്ക് ഇരിക്കെ. വല്യമ്മാവന് ഋതിക ഇപ്പൊ വരും. അവരോട് സംസാരിച്ച് രാജു എല്ലാം ക്ഷമിച്ച് ഋതികയെ കൂട്ടിക്കൊണ്ടുപോ. ഇവള് നുണയെ പറയൂ. വർമ്മ സാറിനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ. സാറേ, ഞാൻ രാജുവാ. രാജു പ്ലീസ്, ദയവ് ചെയ്ത് നീ എന്റെ ഋതുമോളെ വിളിക്കുകയോ എന്റെ മകളെ അന്വേഷിച്ച് വരികയോ ചെയ്യരുത്. അവൾക്ക് ചേർന്ന കുടുംബം അല്ല നിങ്ങളുടേത്. അവളുടെ ജീവിതത്തിൽ നീ വേണ്ട. പ്ലീസ് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഹലോ, മിമിക്രി ആർട്ടിസ്റ്റ് വിനോദ് കുമാർ. നന്ദന മേഡം അല്ലേ അനന്തപിള്ള സാറിന്റെ മോള്? അതെ. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വിനോദ് കുമാർ. ഓ, മിമിക്രി ആർട്ടിസ്റ്റ്. അയ്യോ എൻ്റെ പൊന്നു മാഡം, ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല. മിമിക്രിക്കാര് അവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടത്തുമില്ല. അതെന്താ? ഞാൻ ഈ കല കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയാ.
പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര്. ഉം, അതിന് തന്നെയാ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞതും. എനിക്ക് നിങ്ങളെ കൊണ്ടേ ഒരാവശ്യമുണ്ട്. ആർക്കെങ്കിലും പാര വയ്ക്കാനാണോ മാഡം? നിങ്ങൾക്കേ മുൻ മുഖ്യമന്ത്രി പ്രതാപവർമ്മയുടെ ശബ്ദം അനുകരിക്കാൻ അറിയോ? പിന്നെ അങ്ങേരെ കളിയാക്കലായിരുന്നല്ലോ ഒരു കാലത്തെൻ്റെ പ്രധാന തൊഴിൽ. ആ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് ഒരുപാട് തല്ല് ഞാൻ കൊണ്ടിട്ടുണ്ട്. ബാക്കി ഞാൻ പറയാം. ദാ രാജു, എന്നോടൊന്നും പറയാനില്ലേ? എന്റെ ജീവിതം തകർത്ത വലിയ ഉപകാരത്തിന് ഒരുപാട് നന്ദി. ഒരു പരിഭവവും പരാതിയൊന്നും എനിക്കില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാ. പക്ഷേ ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് ഈ കുടുംബത്തില് കലഹമൊന്നും ഉണ്ടാക്കരുത്. ഇവരൊക്കെ നല്ല മനുഷ്യരാ. അടുത്തൊരു പണി കൂടി കൊടുക്കാം. ഹലോ, ഞാനറിതികെ നന്ദന. എന്താ? രാജു ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മുറ്റത്ത് തന്നെ നിൽക്കുക. അകത്തേക്ക് കയറുന്നില്ല. നീ ഇങ്ങോട്ട് വേഗം വാ. ഞാൻ ദാ വരുന്നു രാജുനോടൊന്ന് പറ. അങ്ങനെ വീണ്ടും തമ്മിൽ കാണണ്ട.